ഞാനും ഇതിനും കൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സീൻ വേണം, ഇവനിങ്ങനെ പറ്റിച്ചിട്ട് വേണം. ഇത് ഗിരിയും കാഞ്ഞാണിയും പണ്ട് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു കേസിൽ ഗിരീനെ വഞ്ചിച്ചിട്ട് പോകണം, അത് ഭയങ്കര വഞ്ചനയായിരിക്കണം, അങ്ങനെ സീൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, ഇങ്ങനെ ഒരു ഞാനത് കണ്ടിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ പട്ടാളക്കാർ നടന്നു പോകും, ഒരാൾ മൈനിച്ച് വെട്ടും, മറ്റോ കഷ്ടപ്പെട്ട് ഷൂ പിടിച്ച് മാറും, ഇവനോട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുപോലത്തെ ആയിരിക്കണം നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ ആലോചിച്ച് കുറേ നാൾ ആലോചിച്ച് ഞാൻ പറഞ്ഞു എന്തിനാ കഷ്ടപ്പെടണം, ആ സാധനം ചെയ്യാം, അതിനും പറഞ്ഞാൽ പോരെ, ഞങ്ങൾ പട്ടാളത്തായിരുന്നു വിചാരിക്കും. അപ്പോൾ ഇതും പറഞ്ഞാൽ ശരിയാവും, പക്ഷേ നമ്മൾ വേണേൽ നമുക്ക് എഴുതി കാണിക്കാൻ നിർത്താം. താഴെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഫുൾ അരിച്ചു നോക്കിയാൽ, മറ്റേ യൂട്യൂബിൽ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയിട്ട് ആ വീഡിയോ മാത്രം കാണില്ല. ഇതിനോട് നീ അവിടെ കണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇഷ്ടംപോലെ അന്വേഷിച്ച വീഡിയോ കാണാനില്ല, അങ്ങനെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനത് ഷൂട്ട് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്താണ് ഉദ്ദേശിച്ചത്, കള്ളത്തരം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു വൃത്തിയോടും ഇല്ല അതിനകത്ത്. കുറേ ഓ ഗിരി സ്നേഹിച്ച പെൺകുട്ടിയെ കാഞ്ഞാണി ചതിച്ചിട്ട് പോയി, അതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ, വളഞ്ഞ് ചിന്തിക്കണ്ട, ഒന്നുമില്ല, യൂട്യൂബ് വീഡിയോ ഓർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് അതുപോലെ കാണിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഗിരിനെ വഞ്ചിച്ചുകൊണ്ട് ഇവൻ പോയി എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. Captain, help me, Sushi. Thank you, Captain. 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 അപ്പൊ താങ്കൾക്കോ? നിങ്ങൾ കുടിക്കൂ ലെഫ്റ്റനന്റ് കാഞ്ഞാണി. Captain, you are so kind. Let's move, Captain. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. Yes, Captain. ശത്രുക്കൾ മൈനുകൾ കുഴിച്ചിട്ടുണ്ടാവും. Country fellows. അത് എനിക്ക് തോന്നുന്നു അത് വളരെ നന്നായി അങ്ങനെ സീൻ ഷൂട്ട് ചെയ്തു. കാരണം ആദ്യം എല്ലാവരും വിചാരിച്ച് വേറെന്തോ ടൈപ്പ് പടമായിരിക്കും. പടത്തിന് ടീച്ചർ വന്നപ്പോൾ അത് പട്ടാളമൊക്കെ ഉണ്ടോ സിനിമയിൽ നിന്ന് കേപ്പ്, എല്ലാം ഗുണം ചെയ്തു പടത്തിന്. പ്രണയിച്ച് കെട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടറിയാം, ഇപ്പം അല്ല, ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിനാണ് ഫിലിം ഡയറക്ടറാണ്. പണ്ടൊക്കെ ഞാൻ 10ലേക്ക് പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഫിലിം മേക്കിങ്ങിനോട് ഇഷ്ടമൊക്കെ ഭയങ്കരമായിട്ട് വരുന്നതിന് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പ്രണയിച്ചേ കെട്ടാവും, പ്രണയിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കുന്നൊക്കെ ആയിരുന്നു. ഒത്തിരി പേരോട് ചോദിച്ചു, പടത്തിന് ആദ്യം എഴുതി കാണിച്ചു, ഒരു ഇട്ടച്ച് പോയ പൂർവ്വമാമയ്ക്ക് നന്ദി, എന്നിട്ട് അവൾ വന്നോന്നൊക്കെ ഇപ്പോൾ ചോദിക്കണേ. ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തെ 2005 അങ്ങാണ്ട് ബിടെക് കഴിഞ്ഞ സമയത്ത് പോയ പെണ്ണ, അവൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കാണും ഇപ്പോൾ, എന്നിട്ട് ഇപ്പോൾ തിരിച്ചു വന്നതൊക്കെ മോശമല്ലേ. അപ്പോൾ ആൾക്കാരെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതിന് ഓം ശാന്തി ഓശാനിക്ക് മുമ്പ് തൊട്ട് മുമ്പ് ഇട്ടേച്ച് പോയിട്ട് അവർക്ക് ഞാൻ താങ്ക്സ് പറയാം. ഓം ശാന്തി ഓശാനിക്ക് മുമ്പ് 9 വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടേച്ച് പോയ ആൾക്ക് ഞാൻ, കാരണം അന്ന് അവൾ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഇൻഫോസിലോ അല്ലെങ്കിൽ അതുപോലെ IT കമ്പനിയിൽ ഒരു PM ഒക്കെ ആയിട്ട് വയറൊക്കെ ചാടി 2 പിള്ളേരൊക്കെ ആയിട്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞിരിക്കണ്ടോ. അപ്പോൾ അങ്ങനെ എന്നെ ഒരു PM ആക്കാത്തതിന് ഞാൻ ആത്മാർത്ഥതയോടെ നന്ദി പറഞ്ഞാണ് അവളോട്. നന്ദി, നീ പോയതിന് നന്ദി. കാരണം ഈ പറഞ്ഞ പോലെ ഞാനായിട്ടൊരിക്കലും വീട്ടിലായിരുന്നു, ഞാനായിട്ടൊരിക്കലും ഒരാളെ ഉപേക്ഷിച്ച് പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജോലി പോലും ഞാൻ ഉപേക്ഷിക്കാൻ പോയപ്പോൾ എന്നോട് തുറന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പുറത്താക്കിയത്. അതുപോലെ ഞാനായിട്ട് വിട്ട കാര്യങ്ങൾ എടുക്കാനും കൂടുതൽ എന്നെ എങ്ങനെ ഒഴിവാക്കണം, അത് ദൈവമായിട്ട് ഓരോ സ്ഥലത്ത് എന്നെ വിടിച്ചു വിടും. നീ അവൾ വിട്ടിന് പോട്ടെ, നീ രക്ഷപ്പെടട്ടെ, നിന്നെ ഇൻഫ്ലുവൻസ് പുറത്താക്കട്ടെ, നീ രക്ഷപ്പെടട്ടെ. അതുപോലെയായിരുന്നു. അതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും നോക്കി ചേർന്നാ വരട്ടെ. അതുപോലെ പെണ്ണ് കണ്ട് കല്യാണം നടക്കില്ല. എൻ്റെ സിനിമയിലൊരു കളിയാക്കിയിട്ടുള്ളത്. ഒത്തിരി എന്നോട് ചോദിച്ചു, നീ പെണ്ണ് കാണാൻ പോകത്തെ? ഞാൻ പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പെണ്ണ് ചോദിക്കുകയാണ്, ചേട്ടൻ എന്താ വന്നത്, ചേട്ടൻ മറ്റേ ഓം ശാന്തി ഓശാനിൽ പെണ്ണ് കാണാൻ കളിയാക്കിയിട്ടുള്ളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയും? പ്രേമിച്ച് കേട്ടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ഇനി അതിനുള്ള സമയം ഉണ്ടെന്ന് അറിയില്ല. കേട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിനിമയുണ്ടല്ലോ. ആ സിനിമ ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. അതിൻ്റെ എഴുതിയ പടത്തിന് ഫുൾ സ്ക്രിപ്റ്റ് ടോം ഇമ്മട്ടി എന്ന് പറഞ്ഞൊരു പുതിയ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അയാളാണ് ചെയ്യാൻ പോണത്. ആ പടം അടുത്ത വർഷം ഉണ്ടാവുള്ളൂ, പുള്ളി തന്നെ ചെയ്യാൻ പോകണം. ആ പടം ഞാൻ ഇനി ചെയ്യേണ്ടെന്ന് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, അതൊരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ആശയം എടുത്തുകൊണ്ട് കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ആകാനുള്ള ആഗ്രഹം കൊണ്ടും മാത്രം വേണ്ട. ഇനി എൻ്റെ തന്നെ ഒരു സ്റ്റോറി ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കഥ ചെയ്യാമെന്ന് വെച്ചിട്ട് വേറെ ഒന്നും കൊണ്ടല്ല. അത് ഞാൻ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അത് നല്ല സ്ക്രിപ്റ്റാണ്, ഞാൻ എഴുതിക്കൊണ്ട് പറഞ്ഞല്ല, നല്ല ഹ്യൂമറാണ് അതിൽ. അൽഫോൻസ് ഞാനും പണ്ട് ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അൽഫോൻസ് ഞാൻ അന്ന് പഠിച്ച സമയത്തൊന്നും അത്ര വലിയ ബന്ധമൊന്നുമില്ല ഞാനായിട്ട്. ഞാനും അവനെ കാണാറുണ്ട്, അവനെന്നെ കാണുമ്പോൾ ഹായൊക്കെ പറയത്രേ ഉള്ളൂ. ടീച്ചർ ആണ് എൻ്റെ അമ്മ. അപ്പോൾ ഇവന് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവന് ആ രീതിയായിരുന്നു.
ടീച്ചറിൻ്റെ മോൻ എന്ന രീതിയിൽ എന്നെ കാണത്തുള്ളൂ. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ ഇൻഫോസിസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരാൾ പറഞ്ഞത് നമ്മുടെ സ്കൂളിൽ പഠിച്ച അൽഫോൻസ് ഇങ്ങനെ ചെന്നൈയിൽ ഫിലിം മേക്കിങ്ങിന് പോയിട്ടുണ്ട്, പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ ഫിലിം ഡയറക്ടർ ആകുമ്പോൾ ചേടാ ഞാൻ അവൻ്റെ ഫോൺ നമ്പറോട് ഞാൻ വിളിച്ചു. അൽഫോൻസ് എൻ്റെ പേര്. പറടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഫിലിം മേക്കിങ് പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയാം എനിക്കും ഡയറക്ടർ ആവണമെന്നുണ്ട്. ആയിക്കോ. ഞാൻ പറഞ്ഞു ഫിലിം മേക്കിങ് പഠിക്കണോ? നമ്മൾ പഠിച്ചാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു എത്ര രൂപയാണ് ഫീസ്? ഒരു 3 രൂപ അടുത്ത് വരുമെന്ന് പറഞ്ഞു. 3 ലക്ഷം. ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു ആളിയാ കാശ് കൊടുത്ത് ഇനി പഠിക്കാൻ വയ്യ. അപ്പോൾ അതിനടുത്ത് പറഞ്ഞു നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ജോലി വിട്ടിട്ട് പോന്നാലോ? അപ്പോൾ നിൻ്റെ ഇഷ്ടം. അവൻ്റെ ഒരു ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അവനെ കണ്ടു ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആലുവയിൽ ഇവൻ്റെ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്ത് വരണുള്ളൂ. അപ്പം അന്ന് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു എടാ ഇങ്ങനെ ഫിലിം ഡയറക്ടർ ആണോ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം പറഞ്ഞു നീ ആൽക്കമിസ്റ്റ് എന്നുള്ളൊരു ബുക്കുണ്ട്, അത് വായിക്കാൻ പറഞ്ഞു. ഞാൻ അത് വായിച്ചു. എന്തു തോന്നി? ഞാൻ പറഞ്ഞു ഡയറക്ടറായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ അറിയണേ ഇവൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരുടെ അടുത്ത് ആദ്യം പറഞ്ഞാൽ ആൽക്കമിസ്റ്റ് വായിക്കും. നിവിൻ, കിച്ചു, ഷറഫ്, മോസിൻ എല്ലാവരും ഞാൻ പറയും. ഞാനീ കഥ പറയും. അൽഫോൻസ് പറഞ്ഞു ആൽക്കമിസ്റ്റ്. നിന്നോടും പറഞ്ഞ ആൽക്കമിസ്റ്റ് വായിക്കും. അവൻ എല്ലാവർക്കും കൊടുക്കുന്ന ബുക്കാണ് ആൽക്കമിസ്റ്റ്. അങ്ങനെ അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം കേൾക്കണത് തന്നെയാണ് സിനിമ 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 സിനിമ. പാഷനേറ്റ് ആണോ? ഫുൾ ടൈം എപ്പോൾ നോക്കിയാലും സിനിമ സിനിമ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഫിലിം സമയത്ത് അവൻ്റെ നേരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു എടാ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പുറത്തിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ മറ്റേ എഴുതല്ലേ, എഴുത്തിൽ പോയിരിക്കാൻ പറഞ്ഞു, നീ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉടക്കി ഞാനായിട്ട് ഞാൻ വിളിച്ച അവൻ പറഞ്ഞു നീ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇനി മാഡം ഒന്നും ബന്ധുവിലാണെന്ന് കട്ട് ചെയ്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നീ ഒരു വേഷം ചെയ്യണം, ഒറ്റ സീനുള്ളൂ. ഞാൻ ശരി വരാം എന്ന് പറഞ്ഞ് പോയി ചെയ്ത് കൊടുത്ത് പടം റിലീസായി ഹിറ്റായി. ഞാൻ വിളിച്ച് ആളെ പൊളിച്ചെന്ന് പറഞ്ഞു. പിന്നെയാണ് എൻ്റെ സിനിമ റിലീസാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടേ. അപ്പോൾ അൽഫോൻസ് കൊള്ളാടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സിനിമ പിന്നെ ഓടി വിജയിച്ചു. ജസ്റ്റ് ഞാൻ അവനെ വീണ്ടും കണ്ടു തുടങ്ങി. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഇനി വരെ നമ്മുടെ പടത്തിൽ വേഷം ഉണ്ടെന്ന് എന്നോട് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേഷം ചോദിക്കുമ്പോഴായിട്ട് നമ്മൾ കാണിക്കണമല്ലോ, മറന്നു വരുന്നില്ല അൽഫോൻസ്. അപ്പോൾ ഇവരൊരു വീടുണ്ട് അവിടെ, പുതിയൊരു വീട് വാടക എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി, അവൻ്റെ പുതിയ പടത്തിന് വേണ്ടി അവൻ്റെ ഗ്യാങ് കളിക്കാൻ വേണ്ടി. ഞാൻ ഒരു ദിവസം അവിടെ പോയി കളിക്കാൻ പോയി. സംവിധായകന്മാരുടെ ഒരു ടീമുണ്ട് നമുക്ക്. അപ്പം അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വിളിച്ച് ചോദിച്ചു ചേട്ടാ ഞാൻ വന്നോട്ടെ. അപ്പോൾ നീ നാളെ പോലും പോരെ പ്രാക്ടീസിന് മുമ്പ് ഇവിടെ ചെന്ന് ഒരു പരിചയം ആയിക്കോട്ടെ കളിക്കാൻ പോയതാണ്. കളിക്കാൻ സമയത്ത് ഒരു ആഞ്ഞിൽ ചക്ക വീണു അവിടെ. അപ്പോൾ അൽഫോൻസ് ഞാൻ അവിടെ എടുത്തു കഴിച്ചു. ഞങ്ങൾ മാത്രം കഴിച്ചോളൂ, വേറെ ആരും കഴിച്ചില്ല. അപ്പോൾ അൽഫോൻസിൻ്റെ അടുത്ത് ആളെ കിട്ടുന്ന ഓരോട് കിട്ടിയിരുന്നു. ഞാൻ ചക്ക പ്ലാവ് അടുത്ത് തന്നെ. ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ പറിച്ചു തരുന്നു. അടുത്തൊരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മേളിൽ കയറി വലിഞ്ഞ് കയറി. അപ്പോൾ അന്നവിടെ ഏണിയില്ല. ഞാൻ കുറേ നോക്കി അവിടെ കാണാൻ. ഇപ്പോൾ അവിടെ ഉണ്ട്. ഞാൻ എന്താ ഈ ഏണി ഉണ്ടായിരുന്നു എൻ്റെ 3 മാസം പോകില്ലായിരുന്നു. മേളിൽ കയറി ഞാൻ അപ്പോൾ ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ ഞാൻ താഴെ ഒരു കോലെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ എടുത്തരാൻ പറഞ്ഞു. അപ്പോൾ പുത്രൻ കോലെടുത്തു തന്നു. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് പറിച്ചാൽ കഷ്ടപ്പാടല്ലേ, മൊത്തത്തിൽ പിടിച്ച് കുലുക്കാം. അങ്ങനെ മരം പിടിച്ച് കുലുക്കാൻ വേണ്ടി മരത്തിൽ കൊളുത്തി വെച്ചു കോല് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കുറച്ച് കച്ചക്ക് എന്നൊരു ഒച്ച കിട്ടുമ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ശബ്ദം എന്ത് പറ്റിയ കളിയാന്ന് പറഞ്ഞാൽ ചാടി ഉണ്ട് മേളിൽ. ഞാൻ ചാടി പിന്നെ കളിച്ചപ്പോൾ ചെറിയ പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പ്രനീഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നോക്കട്ടെടാ നിൻ്റെ എന്തോ പ്രശ്നമുണ്ട്, ചെറിയ മസാജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു തിരുമ്മിലങ്ങ് തിരുമ്മി. അതിലാണ് ബൾബ് പോലെ വീഴ്ത്തു വന്ന് കൈ ഒടിഞ്ഞത്. പിന്നെ ഒരു 3 ആഴ്ച റെസ്റ്റ് എടുത്ത് ലാസ്റ്റ് ഇത് വെട്ടിന് ശേഷം വീണ്ടും ആ വീട്ടിൽ ചെന്നേ. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അൽഫോൻസിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഫേസ്ബുക്കിലിട്ടില്ലേ എനിക്ക് ഇതേറെ ചക്ക നിനക്ക് പറിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ അപ്പം തന്നെ മേളിൽ കയറി 3-4 ആഞ്ഞിൽ ചക്ക പറിച്ചത് കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അൽഫോൻസ് തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എടാ നീ ഒരു നടനാവും. അപ്പം ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ആയിക്കോളാം, പക്ഷേ എനിക്ക് സംവിധാനമാണെന്ന്. സംവിധാനം നീ ആയിക്കോ, പക്ഷേ നിനക്ക് നല്ല കഴിവുള്ളതാണ്, നീ നടനാവും. അത് വെറുതെ ഇരുന്ന് എന്നോട് കഴിഞ്ഞതിൻ്റെ 3 വർഷം എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയിൽ നിനക്ക് നല്ലൊരു വേഷം തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പാണോടെ? ഉറപ്പാടാണ്, നീ നടനാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവൻ്റെ പടം തുടങ്ങാണ്. ഈ മാസം തുടങ്ങാണ്. ഈ മാസമല്ല, ഇത് കഴിഞ്ഞ മാസം തുടങ്ങാൻ പോകണം. കഴിഞ്ഞതിന് 9 ആഴ്ച എൻ്റെ അടുത്ത് പോയി. അവൻ്റെ വീട്ടിൽ മിക്കാറും പോകാറുണ്ട്. അവർ ഗ്യാങ് ഉണ്ട്, അവരുടെ കൂടെയാണ് ഇപ്പോൾ സ്ഥിരം. അവിടെ ഞാൻ പറഞ്ഞു എന്തായി എൻ്റെ വേഷമൊക്കെ? അപ്പോൾ അൽഫോൻസ് എടാ അതെ ഞാൻ എഴുതി വന്നപ്പോൾ അത് തീരെ കുറഞ്ഞു വിടാ. അപ്പോൾ ഞാൻ പറയാം അപ്പോൾ ഇല്ലേ അല്ല ചെറിയ റോൾ എന്തിനാണ് നിനക്ക് അങ്ങനെ തന്നെ? ഞാൻ കുഴപ്പമില്ല ചെറുതായാലും മതി. ചെറുത് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്തുവാടാ നീ പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ആയ ചാനലിൽ പത്രക്കാരൊക്കെ പറഞ്ഞു പോയി ഞാൻ പ്രേമത്തിൽ അഭിനയിക്കാൻ പോകണം. നിങ്ങളാരാ പറയാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു നീ അല്ല എന്നോട് പറഞ്ഞു നിനക്ക് വേഷം തരുന്നു. ശരി എന്ന് പറഞ്ഞു. ഇപ്പോൾ വളരെ ചെറിയൊരു വേഷമാണ് എന്നോട് പറഞ്ഞേക്കണേ. വലിയ കുഴപ്പമില്ല, അത് അത്രേ ഉള്ളൂ. ഇപ്പം നേരത്തെ വലുതുണ്ടായിരുന്നാണ് അവൻ പറയണത്. എനിക്കറിയാം ചിലപ്പോൾ ഇത്ര ഉണ്ടായി കാണുള്ളൂ, പറ്റിച്ചേരി എന്തെല്ലാം ഉണ്ട് അതിൽ കുഞ്ഞൊരു റോൾ ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ അൽഫോൻസ് നിവിൻ അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഞാൻ വളരെ വൈകിയാണ് അവിടെ എത്തുന്നത്. അവരുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ 8 പേരായിട്ട് ഫുൾ ടൈം എപ്പോൾ നോക്കിയാലും ഇതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഫുൾ ടൈം സിനിമ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ്, അല്ലാതെ അഭിനയമോഹം കൊണ്ട് മാത്രമല്ല. ഇവരുടെ കൂടെയും കൂടി ഒരു പടത്തിലെങ്കിലും. കാരണം
നേരെ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ഷോട്ടിലേ ഉള്ളൂ, ഞാൻ ഒരു ബാറിലിരുന്ന് ഒരു ഫോൺ ചെയ്യുന്ന ഷോട്ടിലേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവരുടെ കൂടെ ആയ ഒരു ഫീല് പോലെ ഉണ്ട് എനിക്ക്. ആ ഒരു വേണ്ടേ കൂട്ടുകാരോടെ സിനിമ ചെയ്യാൻ വേണ്ടി ഉള്ള ആഗ്രഹം കൊണ്ടാണ് അഭിനയിക്കണം. പിന്നെ ആരെല്ലാം അഭിനയിക്കാൻ വിളിച്ചാൽ അഭിനയിക്കാം. അഭിനേതാക്കൾക്ക് പഞ്ഞൊന്നുമില്ല, അതുകൊണ്ട് ആരും വിളിക്കാൻ സാധ്യതയില്ല. ഇഷ്ടംപോലെ അഭിനയം അറിയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ ആത്മകഥ എന്ന് പറഞ്ഞാൽ എൻ്റെ തുറപ്പിച്ചിട്ടാണ്. അതിങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകും ആൾക്കാരെ. ഓ ഇത് പൊട്ടിയാലും കുഴപ്പമില്ല, അത് വരുന്നുണ്ടല്ലോ. അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യാത്തത്, അത് ഇപ്പോൾ ചെയ്തത് ശരിയാവില്ല. അത് അതിനുള്ള മെച്യൂരിറ്റി എനിക്കായിട്ടില്ല. കാരണം അത് ഒത്തിരി പണിയെടുക്കേണ്ട സാധനമാണ്. പഴയ കാലമൊക്കെ വരുന്നുണ്ട്. പഴയ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന പഴയ വലിയ വലിയ ആളുകളൊക്കെ കാണിക്കുന്നത്, അതിനകത്ത് കാണിക്കണം. അപ്പോൾ അത് ചുമ്മാ അവരെ എഴുതിയിട്ട് അവരെ വെറുതെ ഒരു എന്താ പറയുക, അവർക്ക് പകരം വേറെ ആളെ വെച്ച് കാസ്റ്റ് ചെയ്തിട്ട് ഒരു കോമളിത്തരം ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. അത് എഴുതി എനിക്ക് തന്നെ തോന്നണം അത് ചെയ്യാറായി എന്ന് തോന്നിയാലേ ഞാൻ അദ്ദേഹത്തിനകത്ത് പോയിട്ട് സാർ തുടങ്ങാമെന്ന് പുള്ളിനോട് പറഞ്ഞു. നീ ഇപ്പം ചെയ്യണ്ട, പക്ഷെ നീ തന്നെ ചെയ്തോ, കുഴപ്പമില്ല, ആരും വേറെ ചെയ്യാൻ പോകണമെന്നില്ല, എൻ്റെ കഥയിൽ ആരും ചെയ്യില്ല, നീ തന്നെ ചെയ്തോളാം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് എന്തിനാ വെറുതെ അത് കുളമാക്കണമെന്ന് വെച്ചിട്ടാണ്, വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ. അങ്ങനെ പുള്ളിയെ പോലെ ഒരാളുടെ കഥ എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം നോക്കണ്ടാവും. ഇദ്ദേഹത്തിനെ പോലെ സിനിമ ആരാ ചെയ്തതെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് എന്നെ എല്ലാവർക്കും വെട്ടിക്കൊല്ലരുത്. അതിന് ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ രീതിയിലും തന്നെ ചെയ്യത്തുള്ളൂ. നിവിൻ പോളിയാണ് പുള്ളിയുടെ ഫാൻ. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഫാൻ ആരെന്ന് വെച്ചാൽ ഞാൻ പറയും നിവിനാന്ന് പറയും. നിവിൻ പഠിച്ചിരുന്ന കാലം മുതൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമ കാണാൻ, പുള്ളിയുടെ കുറിച്ച് പറയുക, സംസാരിക്കുക. അന്നേ മുതൽ ഇവനെങ്ങനെയാണ്. അപ്പം ഇവനെ എന്നെ വിളിച്ച് പറയാൻ തന്നെ റീസൺ ഇവന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവന് പുള്ളിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ആദ്യം ഇതിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ തന്നെ പുള്ളിനോട് പറഞ്ഞു നീ ചെയ്തോളാം. അപ്പം ഇവനാകെ പേടിയായിരുന്നു. ഇവനെടുത്ത് പറഞ്ഞു എടാ ഇനി പുള്ളി എങ്ങാനും പറയും, പുള്ളിയുടെ മോനെ വെച്ച് ചെയ്യാൻ, ദുൽഖറിനെ വെച്ച് ചെയ്യാൻ പറയും. ഞാൻ പറഞ്ഞ് പേടിക്കണ്ട, ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് ഇതിൽ ഇങ്ങനെ നിവിൻ പോളിക്ക് അഭിനയിക്കണമെന്നാണ് പറഞ്ഞത്. ഡയറക്ടർ നിങ്ങളാണ് പറയേണ്ടത് ആരാണ് അഭിനയിക്കണം, ഞാനല്ല പറയേണ്ടത്. ഓ സന്തോഷം. ഞാൻ ഇതിനോട് ചോദിച്ചു ആടാ പുള്ളി ഓക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനും ഇവനോട് പുള്ളിനെ പോയി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു എന്നെപ്പോലെ അഭിനയിക്കാനൊക്കെ ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ ഞാനവിടെ അഭിനയിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് പറഞ്ഞു. നിവിൻ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. നിവിന് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. നിവിന് മാത്രമല്ല, എനിക്ക് മോഹൻലാൽ ഫാനായിരുന്നു. ഇപ്പോൾ ഞാൻ മോഹൻലാൽ ഫാനാണ്. പക്ഷേ മോഹൻലാൽ ഫാനായിരുന്ന ഞാൻ തന്നെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി പുള്ളിനോട്. കാരണം പുള്ളിയെ പോലെ ഒരാൾ വളരെ കുട്ടിയായിരുന്ന സമയം മുതൽ ഒരു ഫിലിം സ്റ്റാർ ആണെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയുണ്ട് പുള്ളി. ആ ബുക്ക് വായിച്ചാൽ അറിയാം. പുള്ളി കാണിച്ചു കൂട്ടാത്ത പരിപാടിയൊന്നുമില്ല. കാരണം ഇപ്പോൾ കാണുന്ന ആൾ ഇപ്പം നമുക്കെല്ലാവർക്കും തന്നെ പുള്ളി പാട്ട് പാടില്ല, ഡാൻസ് കളിക്കില്ല, അങ്ങനെയാണ് പൊതുവെ എല്ലാവരും പുള്ളിനെ വെച്ച് പറയാറ്. പക്ഷേ പുള്ളി പഴയ കാലത്ത് താരമാണ്. പഠിച്ചിരുന്ന കാലത്തൊക്കെ ഡാൻസ്, പാട്ട്, മോണാക്ട്, മിമിക്രി, നാടകം എന്ന് വേണ്ട വായനോട്ടം വരെ എല്ലാത്തിലും ഉസ്താദായിരുന്നു പുള്ളി പോലെ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു കുട്ടിയാണോ ഇപ്പോൾ കാണുന്ന മെഗാസ്റ്റാറിനായി പോയി. അത്രയും കിട്ടുന്ന പടമാണ് അത് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. കാരണം എവിടെയോ ഉണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി വളർന്ന് മലയാളത്തിൻ്റെ മെഗാസ്റ്റാറായി മാറിയ കഥയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ചെയ്യുമ്പോഴും അത്രയും മെച്യൂരിറ്റി വന്നിട്ട് ചെയ്യത്തുള്ളൂ. സിനിമ കാണുന്ന ഉദ്ദേശം തന്നെ എൻ്റർടൈനിങ് ആണ്. ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം അങ്ങനത്തെ ആയിരിക്കുള്ളൂ. ബാക്കി സിനിമകൾ വേറെ ആൾക്കാർ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനത്തെ സിനിമയായിരിക്കും. എൻ്റെ ആദ്യ സിനിമ ഓം ശാന്തി ഓശാനെ പോലെ ഒരു പെണ്ണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള പ്രണയമായിരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് പറ്റിയ ഏരിയ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഏരിയ. കാരണം ഞാൻ ലവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല, അതൊക്കെ ഭയങ്കര കഴിവുള്ള ആർക്കും. പക്ഷെ അത് ഞാൻ ചെയ്തു, അത് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ എനിക്കറിയില്ല അടുത്ത സിനിമ എൻ്റെ ഇത്രേ ഉള്ളൂ. സ്റ്റോറി കേൾക്കുമ്പോൾ ഞാനിപ്പോൾ തന്നെ കുറേ കഥ കേട്ടു, ഒത്തിരി പേരെന്നോട് വന്ന് കഥ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും എനിക്കങ്ങനെ ഒന്നും കിട്ടിയില്ല. എനിക്കൊരു അടി കിട്ടണം. ഒരു കഥ കേൾക്കുമ്പോൾ എവിടെയും കുഞ്ഞൊരു അടി കിട്ടിയാൽ ഒരു ഏരിയ അടി കിട്ടുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നിക്കാൻ മതി. കൊള്ളാമെന്ന് തോന്നുന്ന സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കൊള്ളാവുന്ന സാധനം എന്തായാലും അതിപ്പോൾ എന്താവും, ലവ് ആവും, ഇടിയാവും, അടിയാവും. പക്ഷെ അത് അടിയായാലും കോമഡി ആയാലും ആളുകളെ എൻജോയ് ചെയ്യിപ്പിച്ചേ വിടത്തുള്ളൂ. ബാംഗ്ലൂർ ഡേയ്സ് പോലത്തെ ഒരു 3-4 സിനിമ വരാണെങ്കിൽ തന്നെ എല്ലാവർക്കും പേടിയാവും. ഇത് പോരല്ലോ, ഞാൻ എഴുതുന്ന കഥ, ഞാൻ ചെയ്യുന്ന സിനിമകൾ പോരല്ലോ, ഇതിന് മുമ്പിലൊന്നും അല്ല. അങ്ങനെ ഒരു ഫീൽ വന്നാൽ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഏകദേശം ഒരു കഥ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് അടുത്ത സിനിമ ചെയ്യാം. മോശം സിനിമയൊന്നുമല്ല, നല്ല സിനിമയായിരിക്കും അത്. ഞാനിങ്ങനെ ഏകദേശം മനസ്സിൽ ഉറപ്പിച്ചാണ് ഇങ്ങനെ അത് പൊളിക്കാം, താകാർക്കാം. ഞാൻ നിവിനെ വിളിച്ച് പറഞ്ഞു, നമ്മൾ ഒരു കഥ കിട്ടിയിട്ടുണ്ട്, പൊളിക്കാന്നൊക്കെ പറഞ്ഞു. ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ കഥയായിട്ട് ഒരു ബന്ധമില്ല, പക്ഷേ അത് പോരാന്ന് എനിക്ക് തോന്നി. കാരണം ആ സിനിമ പോരാ. ഇനി ഇതിൻ്റെ മേളിലൊരു സിനിമ ചെയ്താലും നമ്മൾ പിന്നെ എന്തിനാ ഇവിടെ ചെയ്യാം, ഞാനൊക്കെ പിന്നെ എന്ത് ഡയറക്ടറാണോ സ്വയം ചോദിക്കേണ്ട അവസ്ഥയാവും. 5 പേരോട് അത് ചെയ്യാമെങ്കിൽ എനിക്കെന്തോട് ചെയ്തോടാ, അങ്ങനത്തെ ഒരു തോന്നൽ നമുക്ക് തോന്നി തുടങ്ങും. അങ്ങനെ ഒരു 3-4 കൊള്ളാവുന്ന വളരെ കിട്ടുന്ന സിനിമകൾ വരുവാണെങ്കിൽ എല്ലാവരും മനസ്സിൽ തോന്നി തുടങ്ങും. അത്
നമ്മൾ ചെയ്യുന്നതല്ല ശരി, നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. എത്രയോ ആളുകൾ പുറത്ത് വെയിറ്റിംഗ് ആണ്, നീ മാറടെ ഞാൻ പടം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഒരു മറ്റേ ഫിലിം മേക്കർ ആയത്. അത് വെച്ചിട്ട് ഉള്ള മോശം പടങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഞാനങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇനി അഥവാ എങ്ങനെ ചെയ്യണം ക്ഷമിച്ചേക്കണം, എൻ്റെ കഴിവുകൊണ്ട് കൂട്ടുകാർ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, എന്തായാലും മോശം സിനിമകൾ ചെയ്യില്ല. ഞാൻ ചെയ്യേണ്ടത് തന്നെ വളരെ ആലോചിച്ച് നോക്കി കണ്ടേ ചെയ്യുന്നുള്ളൂ. ക്രിക്കറ്റ് കാണുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടമാണ്. ബാഡ്മിൻ്റൺ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഗ്യാങ് അൽഫോൺസിൻ്റെ ടീമിൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇപ്പോൾ അതാണ് പരിപാടി. പിന്നെ പാട്ട് കേൾക്കൽ ഇഷ്ടമാണ്, പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്നവരെ കുറിച്ച് ഭയങ്കര, കാരണം അവരെത്ര ഭാഗ്യമുള്ള ആരും ലോകത്തില്ല. കാരണം അവർക്ക് ആരെ വേണമെങ്കിലും വീഴ്ത്താം. എത്ര ബമ്പൻ ആയാലും ഒരു നല്ല പാട്ട് കേട്ട അയാൾ ഇങ്ങനെ ഇരുന്നങ്ങ് പോകും. പാട്ട് പാടുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ എന്തായാലും വീണോ നമ്മൾ, ഇച്ചിരി ഭംഗി കൂടെ ഉണ്ടെങ്കിൽ തീർന്ന് പറയണ്ട. അതൊക്കെയാണ് എനിക്കിഷ്ടം, ഈ പാട്ട് കേൾക്കുക. പിന്നെ ബുക്സ് വായിക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നു കുറേ നാൾ മുമ്പ് വരെ. പിന്നെ നമ്മൾ എഴുതി തുടങ്ങിയപ്പോൾ മനസ്സിലായി നമുക്ക് എഴുതാനൊന്നും വരുന്നില്ല, പേനങ്ങ് നീങ്ങുന്നില്ല. അപ്പോൾ ഒരാളെ ഉദ്ദേശിച്ചു, ഇനി തന്നെ എൻ്റെ തോറും നീ റഷ്യ വായിക്കും, മറ്റേ എം മുകുന്ദൻ്റെ റഷ്യ. ഞാൻ റഷ്യ എന്ന്, ശരി റഷ്യ വായിക്കുന്നത്, വായിച്ചാൽ എന്ത് തേങ്ങടാ അത്. അപ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ലേ, നിനക്കൊന്നും പറ്റിയ പണിയല്ല, വായന നിർത്തി പോടാന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ വായിച്ചു, ഞാൻ വിളിച്ചു ഇപ്പോൾ കുഴപ്പമില്ല, നിനക്ക് വായനശീലമില്ലാത്തതുകൊണ്ടാണ്, നല്ല ബുക്കാന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ വായിച്ചു. ഞാൻ പറയും ഇതും ഇതായിട്ട് എന്ത് ബന്ധം, ബന്ധത്തിന് വേണ്ടിയിട്ടല്ല, എനിക്ക് എന്തെങ്കിലും വേറെ സാധനം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വായിച്ചു തുടങ്ങിയത്. പക്ഷെ മിഥുൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വായന അവൻ്റെ വാക്കുകളൊക്കെ കടും വാക്കുകളാണ്. നീ എന്നോട് സംസാരിക്കുമ്പോൾ പ്ലീസ് അളിയാന്നൊക്കെ പറഞ്ഞാൽ മതി, സംസ്കാരിക കേരളത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ വായനാശീലം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ FB ആണ് വേറൊരു ഹോബി. FBയിൽ ഇങ്ങനെ ഒത്തിരി പേരുണ്ട്, എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യണ ഒരു പേരുണ്ട്, അവരുടെ അടുത്തൊക്കെ റിപ്ലൈ ചെയ്യുക. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫിലിം ഡയറക്ടർ ആവുന്നവരെ എല്ലാവരോടും ഭയങ്കര കമ്പനി ആയിരിക്കും. അതിന് ശേഷം പിന്നെ പഴയ പോലെ എല്ലാവരോടും കമ്പനി ആവാറില്ല. ആൾക്കാർ പറയും കുറച്ച് എയർ പിടിച്ച് നിൽക്കണം, നീ ഡയറക്ടറാണ് ഇപ്പോൾ, അങ്ങനെ പെട്ടെന്നൊന്നും ആൾക്കാർ സംസാരിക്കരുത്, ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഒന്നും റിപ്ലൈ അയക്കരുത്, അതൊക്കെ വെറുതെ റിപ്ലൈ. ഞാൻ എന്തിനാണ് അങ്ങനെ എയർ പിടിച്ചിരിക്കുന്നത്? നമ്മുടെ സിനിമ ഓടിയാൽ മാത്രമേ ഇവരുടെ കൂടെ ഉള്ളൂ, അല്ലാതെ എയർ പിടിച്ചതുകൊണ്ടോ എയർ വിട്ടുകൊണ്ടൊന്നും അവരൊന്നും നമ്മുടെ സിനിമ കാണുന്നില്ല. സിനിമ നല്ലതാണെങ്കിൽ കാണും, പൊട്ടയാണെങ്കിൽ കാണില്ല, ഓടില്ല, ഇവൻ്റെ ജീവിതം കൊഞ്ഞാട്ടാവും. അതല്ലാതെ എല്ലാ ദിവസവും രാവിലെ എന്നിട്ട് ഞാൻ ജൂഡാൻസൺ യൂസഫാണ് എന്ന് പറഞ്ഞാൽ എയർ പിടിച്ചിട്ട് അടുത്ത സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ ഇവൻ ആരും മെസ്സേജ് അയക്കില്ല, റിപ്ലൈ അയക്കില്ല. ഇപ്പോൾ ഭാഗ്യത്തിന് എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട് കൂടെ. കാരണം എല്ലാ ദിവസവും ഏതെങ്കിലും പുതിയൊരു 3 പേരെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കണം, അവർക്കെല്ലാം റിപ്ലൈ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. കാരണം അപ്പോൾ അവരായിരിക്കും നിങ്ങൾ ഒറിജിനലാണോ, നിങ്ങൾ ഫേക്ക് ആണോ, ആരും റിപ്ലൈ അയക്കാറില്ല. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്, നീ സെർച്ച് ചെയ്ത് നോക്കി, ഓരോ ചൂടാൻ തന്നെ ഉള്ളൂ. ഇതാണ് മെയിൻ ഹോബി. ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഭയങ്കര ബിസിയാണല്ലോ. ഞാൻ ഒരു പണിയില്ല, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അതൊക്കെ FB നോക്കുക, ഏതെങ്കിലും കുഞ്ഞു ബുക്ക് വായിക്കുക, സിനിമ കാണുക. ഞാൻ പറഞ്ഞില്ലേ ഇനി വരാൻ പോണ പടത്തിനെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്, അത് കുറച്ച് പാടാണ് എഴുതാൻ. എനിക്ക് എഴുതാനൊരു മടിയുള്ള ഒരാളായതുകൊണ്ടാണ് ബേസിക്കലി. അവനാണ് സ്റ്റോറി കേൾക്കണം, എപ്പോഴും കേൾക്കുന്നുണ്ട്, നല്ല കഥ കിട്ടാൻ. കഥ കേൾക്കലാണ് മെയിൻ ഹോബി. ഇപ്പോൾ രാവിലെ തന്നെ ഒരാൾ വിളിക്കും, 10 മണിക്കാണെന്ന് പറയും, ഒരാളത്ത് വിളിച്ച് പറയും. അപ്പോൾ വേറെ ആൾ വിളിച്ച് കഴിയുമ്പോൾ 10:30 വരാൻ പറയും. അപ്പോൾ ഇയാൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ മിക്കവാറും ബോറുകയായിരിക്കും എല്ലാവരും പറയണം. എല്ലാവരുടെയും മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പടത്തിൽ വേഷം ചെയ്യാന്നുള്ളതാണ്. ഈ വരുന്ന പിള്ളേരുടെ ഇവർ ആദ്യം കഥ പറഞ്ഞു തുടങ്ങും. ഞാൻ പറയാം ഇത് മറ്റേ പടത്തിൻ്റെ മിക്സ് അല്ലേ, ചേട്ടാ അത് ശരിയാണ്, സമ്മതിച്ച അപ്പം തന്നെ സമ്മതിച്ചവൻ, വേറെ വാദപ്രതിവാദമൊന്നുമില്ല, അവൻ അംഗീകരിക്കും, ശരിയാണ് കേട്ടോ, ഓക്കെ അന്ന് ശരി, വീണ്ടും കാണാം ചേട്ടാ അടുത്ത പടത്തിൽ ഒരു റോൾ. ഓഹോ ശരി മോനെ. പക്ഷെ ഞാനും ഇതുപോലെ പണ്ട് ഒത്തിരി പേരോട് ഇങ്ങനെ സ്റ്റോറി പറയാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഥ കേൾക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇവിടേക്ക് വരാനാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഫിലിം ഇൻഡസ്ട്രിയോട് വരാൻ ആഗ്രഹമുള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരും. അവർക്ക് കിട്ടുന്ന ഒരു ഇരയാണ് ഈ പറഞ്ഞാൽ പുതിയ വരുന്ന ആൾക്കാർ. അവരിങ്ങനെ മുങ്ങിയടന്ന് അവർക്ക് പിന്നെ ആരുള്ളത്, അതുകൊണ്ട് ഞാൻ ഇരയായി. ഫാമിലി എല്ലാവരും, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഫാമിലി. അവർ അപ്പൻ അമ്മയുണ്ട്, ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോൾ പോലും എൻ്റെ കാര്യത്തിൽ അങ്ങനെ കൂടുതൽ കയറി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ പണ്ടേ മുതലേ കുട്ടിക്കാലം മുതലായാലും എല്ലാവരും ഭയങ്കര, ഞാൻ എന്ത് വിചാരിച്ചാലും അത് കിട്ടുമായിരുന്നു. എന്ന് വെച്ചാൽ മോശം കാര്യങ്ങൾക്കൊന്നും കൂടെ നിൽക്കുന്നില്ല. പക്ഷെ അവർക്കറിയാം ഞാൻ എന്തെങ്കിലും ആവുന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മൂന്ന് ചേട്ടനായാലും ഇപ്പം ഞാനൊരു ഫിലിം എൻ്റെ ചേട്ടൻ കണ്ട ഓരോപോലെ ഇരിക്കും. എനിക്ക് മുടിയില്ലെന്നേ ഉള്ളൂ, ചേട്ടൻ നല്ല മുടിയുണ്ട്, കാണാൻ ഭംഗിയാണ്. അപ്പോൾ എന്നെ ചേട്ടൻ കണ്ട ഓരോപോലെ ഇരിക്കും. അപ്പോൾ പുള്ളിക്ക് പോലും ഞാനൊരു എന്നെ താഴെ ഒരുത്തൻ എന്നെക്കാൾ വലിയ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിയുടെ ഓഫീസിന് കൂട്ടുകാരുടെ അടുത്തൊക്കെ ഭയങ്കര അഭിമാനത്തോടാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പോകുന്ന കുറേ ആൾക്കാർ പുള്ളിനെ കണ്ട് പടം വന്നായിരുന്നു, ഗംഭീരം, പുള്ളി താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. പുള്ളി അത് എൻജോയ് ചെയ്യാണ് പുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. ചേട്ടൻ ഭാര്യ ചേട്ടത്തിയാണെങ്കിൽ ഞാൻ ചെയ്ത ആൽബം കണ്ടിട്ട് ആദ്യം കണ്ടു പറഞ്ഞു കൂതറയെന്ന് പറഞ്ഞാണ്. അതായത് ഒന്നുമില്ല, ക്വാളിറ്റി ഒന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ പോരാ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വർക്ക് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഒരു മകളുണ്ട്, അവളാണെങ്കിൽ അവളുടെ സ്കൂൾ, അവളിപ്പോൾ UKG ആയിട്ടേ ഉള്ളൂ. പക്ഷെ അവൾ പറഞ്ഞത് എൻ്റെ
പേപ്പനാണ് ഇത് സിനിമ ചെയ്ത് ഓം ശാന്തി വെച്ചാൽ. അപ്പോൾ അവൾ സ്കൂളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ ചേട്ടൻ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സിനിമയിലുണ്ടോ? മോളെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊച്ചുകുട്ടിയാണ്, സിനിമയിൽ പറയാം ഓം ശാന്തി. എൻ്റെ ഓ ശരിക്കും പറയണതാണല്ലേ എന്ന്. അങ്ങനെയാണ്. പിന്നെ അനീത്തയുള്ളത്, അവൾ മാരീഡാണ്, ദുബായിലാണ്, അവൾക്ക് കുട്ടിയുണ്ട്. അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അവളൊക്കെ എന്നെ ഫുൾ ടൈം വിളിച്ച് പറയും സിനിമ ചെയ്ത് പറയും. അളിയനുണ്ട്, പുള്ളിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീട്ടുകാർക്കായാലും എൻ്റെ ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ ഒരിക്കലും നീ അവിടെ പോയരുത്, മറ്റേ അവിടെ വിഷമമുണ്ടായിരുന്നു കുറച്ച് പ്രായമുള്ള എന്നെ, അതായത് എൻ്റെ ഏജ് ഇല്ലാത്തവർക്ക് മാത്രം നീ ഇൻഫോസ് പോലുള്ള കമ്പനിയൊക്കെ ജോലി വിട്ടിട്ട് എന്തിനാ അങ്ങനെ, അവർക്കൊരു വിഷമം മാത്രമല്ല, അല്ലാതെ എന്നെ ഇതൊരു കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരായി പോലും സാധാരണ നമ്മുടെ നാട്ടുകാർക്കൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല നമ്മളെ ഡയറക്ടർ ഒന്നും. അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ല. ഇത് അവിടെയുള്ള എല്ലാ പരിപാടിക്കും മറ്റേ മുഖ്യാതിഥിയായിട്ട് എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വിളിച്ചാൽ പോരെ, നീ മതി. അവൻ മതി, എന്താണ് നീയാണ് ഞങ്ങളുടെ അഭിമാനം. അങ്ങനത്തെ നാടും അങ്ങനത്തെ ബന്ധുക്കാരും അങ്ങനത്തെ വീട്ടുകാരാണ് എനിക്കുള്ളത്. അതാണ് ഏറ്റവും ഭാഗ്യം. ഞാൻ പറഞ്ഞു കൂട്ടുകാരും വീട്ടുകാരും മേളിലുള്ള ആളും അവരുടെയൊക്കെ കൂട്ടായ പ്രാർത്ഥനയാണ്. മേളിലിരിക്കുന്ന ആൾക്ക് സ്വൈര്യം കൊടുത്താണല്ലോ അവന്മാർ. ചൂടാന്ന് ജയിക്കട്ടെ. ലാസ്റ്റ് കർത്താവ് എന്ത് പണ്ടാറ് ജയിക്കട്ടെ, ആ ലെവലിലായിരിക്കും പുള്ളി ചെയ്തത്. പക്ഷെ അടുത്ത പടത്തിൽ ഇവർ ചിലപ്പോൾ പ്രാർത്ഥന കുറയ്ക്കും. ഇനി അവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടോളൂ എന്ന് വിചാരിച്ചാൽ ആദ്യം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നിർത്തരുത്, ദയവേത് പ്രാർത്ഥിക്കണം, കഥയൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ ഭാഗ്യമാണ്, ശരിക്കും ഭയങ്കര ഭാഗ്യമാണ്. കാരണം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ബേസിക്കലി ഇതാണ്, ഒരാൾ ഒരു ഫിലിം ഇൻഡസ്ട്രി വന്നിട്ട് അയാൾക്ക് ചിലപ്പോൾ നമ്മളെക്കാളും കഴിവുള്ള ആളായിരിക്കും, നമ്മളെക്കാളും കഴിവുണ്ടാവും, നമ്മളെക്കാളും കുറേ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ അവരുടെ പ്രശ്നം ഇതായിരിക്കും, അവർക്ക് ഫാമിലിയിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, കുട്ടി ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവർ ഫാമിലി നോക്കാൻ ആവശ്യമുള്ളതായിട്ട് വരും, അവർക്ക് കാശ് വേണ്ടി വരും. അപ്പോൾ അവർക്ക് പെട്ടെന്നൊന്നും ഇതുപോലെ എല്ലാം വിട്ടെറിഞ്ഞ് പോരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് അതൊന്നും വേണ്ടി വന്നില്ല. എൻ്റെ വീട്ടിൽ ഇതുവരെ 10 ദിവസം ഞാൻ പടം റിലീസായി ഹിറ്റായി സൂപ്പർ ഹിറ്റായിട്ടും എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തിട്ടില്ല. അതൊന്നും ചോദിക്കണ പോലുമില്ല, നിൻ്റെ കാശൊക്കെ എന്ത് ചെയ്യണമെന്നോ ഒന്നും ചോദിക്കാറില്ല. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അത് ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ വിജയമല്ല, ഇത് മേലുള്ള ആളും വീട്ടുകാരും തന്ന വിജയമാണ്. അല്ലെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്ത സിനിമയല്ല അത്. അത് ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന എല്ലാവർക്കും ഒരാൾ വേണം, അയാളെ കൂടെ നിന്ന് ബാക്ക് ചെയ്യാൻ. അത് എന്തിൻ്റെ രീതിയിലായാലും അയാൾക്ക് ഈ ലോകത്ത് ഏറ്റവും വേണ്ട ആദ്യം കാശാണ്. ആയിരം പറയും കഴിവാണ്, വീടാണ് എന്നൊക്കെ പറയും. പക്ഷേ കാശാണ് ഫസ്റ്റ് സാധനം ലോകത്ത് വേണ്ട. അതില്ലാതെ ഒരുത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കലയായാലും ശരി, ബിസിനസ് ആയാലും ശരി, നമുക്ക് ആവശ്യമുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറി പോകും. സ്വഭാവമല്ല, നമ്മളായിരിക്കില്ല നമ്മൾ ആ സമയത്ത്. കാശില്ലാത്ത നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തു. എൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ വേണ്ടി വന്നില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്ടറായി. അടുത്ത പടം എങ്ങനെ വിജയിച്ചില്ലെങ്കിൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്വം അഹങ്കാരവും എനിക്ക് മാത്രമായിരിക്കും. അത് എൻ്റെ കഴിവുകളോട് മാത്രം ഓടാതിരിക്കുന്ന സിനിമയായിരിക്കും. ഇത്രയും ഭാഗ്യം എനിക്കെല്ലാം കൊണ്ട് കുന്നു വന്നിട്ട് ഞാൻ പറയും, എന്നെ വിളിക്കുന്ന ഒത്തിരി പേര് വിളിക്കാറുണ്ട്, നമുക്ക് ഒരു പടം ചെയ്യാം. ഞാൻ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ ചേട്ടാ എനിക്ക് ഒന്നും വേണ്ട, അവർ അഡ്വാൻസ് പിടിച്ചോ എപ്പോഴെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പോൾ ഇങ്ങനെ സ്നേഹമായിരിക്കും, ജൂടെ നമുക്കൊരു പടം ചെയ്യണ്ടേ, അഡ്വാൻസ് പിടിച്ചോ, ഒരാഴ്ച കഴിയുമ്പോൾ എന്തായി കഥയൊന്നും ആയില്ലേ എന്ന് ചോദിക്കും. ഒരു മാസം കഴിയുമ്പോൾ എന്താണ് കുറേ നാളായാലോ ആ ലെവലാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളോട് താൻ ആരോടൊന്നും ചോദിച്ചോ, ഞാൻ അടിയാവും. ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പം നല്ല ബന്ധമാണ്, ഞാൻ കഥ ഇട്ട് ഞാൻ വിളിക്കാം ചേട്ടാ. അപ്പോൾ ചേട്ടനെന്നുള്ള ഈ വിളി ഇതുപോലെ തന്നെ നിൽക്കും. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കയറി അടുത്ത സിനിമ ചെയ്ത് എല്ലാവർക്കും അതാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു പയ്യൻ എന്നോട് കണ്ടു, ചേട്ടൻ അടുത്ത പടത്തിൽ എത്ര ലക്ഷം രൂപ കിട്ടും? ഞാൻ പറയും എന്തിനാ, കുറേ കിട്ടുമായിരിക്കില്ലേ? ഞാൻ പറയും എൻ്റെ പൊന്നു പോലെ കാശിന് വേണ്ടിയാണ് വന്നത് സിനിമയിൽ. കാശ് വേണ്ടേ, കാശ് വേണം, പക്ഷേ എന്ന് കരുതി ഇതാണ് മെയിൻ ലക്ഷ്യം. ഞാൻ പറഞ്ഞേ, അപ്പോൾ കാശ് വേണം താനും, എന്നാൽ കാശിന് വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം നമ്മൾ ഫിലിം മേക്കർ ആവുന്ന വരെ നമുക്ക് ഏറ്റവും വേണ്ട സാധനം കാശായിരിക്കും. നമുക്ക് അത്രയും കാലം നമുക്ക് പിടിച്ച് നിൽക്കണം, ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി വേണ്ട. പക്ഷേ ഫിലിം മേക്കർ ആയതിനു ശേഷം നമ്മൾ കാശിനെ കുറിച്ച് മൈൻഡേ ചെയ്യരുത്. കാശ് വന്നോളും, അത് നമുക്ക് വേണ്ട സാധനം നമ്മുടെ അടുത്ത് തേടി വന്നോളും. നല്ല പടങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല പടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പകരം അതിനെ കുറ്റപ്പെടുന്നതല്ല, പക്ഷേ അങ്ങനെ കണ്ടുവരുന്ന ഓരോരോരും വിജയിക്കും. പിന്നെ വരുന്നതൊക്കെ ഇങ്ങനെ ആർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പടങ്ങളാണ്. എന്നിട്ട് അവർ പറയും ചെയ്തത് കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ പുറത്ത് ചെയ്ത് കമ്മിറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയല്ലോ, എൻ്റെ സിനിമ വിജയിച്ചതിന് എൻ്റെ കൂട്ടുകാരാണ് നിവിൻ, എൻ്റെ വളരെ സുഹൃത്താണ്. എൻ്റെ വീട്ടുകാരും അവൻ്റെ വീട്ടുകാരും ഭയങ്കര ബന്ധമാണ്, ഞാൻ അവൻ്റെ വീട്ടിൽ പുറകെയുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും ഞാനോട് പറയണം, അവിടെ ഒരു കഥ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിവിൻ പറയും ആ ഒരു 26-ാം തീയതി നമുക്ക് കാണാം. 26-ാം തീയതി രാവിലെ വിളിച്ച് ഞാൻ പറയും ഉച്ചയ്ക്ക് കാണാം. ഉച്ചയ്ക്ക് ഞാൻ ചെന്ന് കഴിയുമ്പോൾ കഥ കേട്ടാകുമ്പോൾ പറയും ഇത് പോരാ എന്ന് പറയും. അല്ലാതെ ഞാൻ വിളിക്കണം ഇനിയൊരു പടം വരുന്നുണ്ട് സ്റ്റോറി പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ അവൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ വേണം ചെയ്യാൻ എല്ലാവരും. അതല്ലാതെ എൻ്റെ കൂട്ടുകാരനാണ് അവൻ്റെ പടം ചെയ്തേക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരെ കൊണ്ടാണെങ്കിൽ പടം ഓടാതെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ആട് എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പോകണം. മിഥുൻ ഞാൻ ഇപ്പം സാധാരണ മിഥുൻ ഇതുവരെ വേറെ ആരോടും വർക്ക് ചെയ്തില്ല, ഒരു പടത്തിലും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആ പടം ഓം ശാന്തി വെച്ചാൽ ലൊക്കേഷനിൽ ഇങ്ങനെ
ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാനോട് ചോദിച്ചു നീ ഡയറക്റ്റ് ചെയ്യാൻ പോകണം. ഇതും പറഞ്ഞു മനുഷ്യ ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഞാൻ പറയും ജൂഡാന്ന് ഞാൻ എൻ്റെ ഗുരു. ഞാൻ പറഞ്ഞു സിനിമ ഓടിക്കഴിഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയുന്നത്. പക്ഷെ അവൻ്റെ മനസ്സിൽ സിനിമയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ നമ്മുടെ അടുത്ത് സ്റ്റോറി പറയുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ പടത്തിൻ്റെ വിഷ്വലുണ്ട്. അങ്ങനെ കഥ പറയണവൻ. അപ്പോൾ അവന് അതിനുള്ള കഴിവുണ്ട്. പറഞ്ഞാൽ ഇഷ്ടംപോലെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വർഷങ്ങളോളം സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ടോ ഒരാൾ പടം ഡയറക്റ്റ് ചെയ്യണമെന്നില്ല. മനസ്സിൽ സിനിമ വേണ്ടി ആർക്കും ഡയറക്ടറാവും. അത് അടുത്തത് കാണിക്കാൻ പോകുന്നത് മിഥുനായിരിക്കും. തെളിയിക്കാൻ പോകുന്നത് ആടൊരു ഭീകരജീവിയാണ്. അവന് മനസ്സിൽ സിനിമയുണ്ട്, അവൻ ചെയ്യും, അതിൽ വൃത്തിയായിട്ട് ചെയ്യും. അടുത്ത സിനിമ ഞാൻ പഠിച്ചിട്ടേ സിനിമ ചെയ്യുന്നു. കാര്യമായിട്ട് പറഞ്ഞു. കാരണം ഫിലിം മേക്കിംഗ് അത്ര എളുപ്പമൊന്നുമല്ല. ഫിലിം മേക്കിംഗ് ഈ സിനിമയിൽ മേക്കിംഗ് വൈസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഞാനായിട്ട് കൊണ്ടുവന്നതൊന്നുമല്ല. പുതുതായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് സാധനങ്ങളൊന്നുമല്ല. അത് ഇതിനു മുമ്പ് എത്രയോ ആൾക്കാർ കാണിച്ച സാധനം ഞാൻ അതിൻ്റെ വേറെ സ്റ്റൈൽ കാണിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ല. കുറച്ചും കൂടി പഠിക്കാറുണ്ട് ഫിലിം മേക്കിംഗ് എന്താണെന്ന്. കുറച്ചും കൂടി അതിന് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഫിലിം മേക്കർ ആവണമെന്നതിൻ്റെ ആഗ്രഹം, അതിൻ്റെ റീസൺ തന്നെ അതായിരുന്നു. ഫിലിം മേക്കിങ്ങിനോട് പാഷൻ കൊണ്ടല്ല ഫിലിം മേക്കർ ആയത് ഞാൻ. പക്ഷേ ഇനി ചിലപ്പോൾ അടുത്ത പടം ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ഡയലോഗ് കഴിഞ്ഞ പടം കഴിഞ്ഞപ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും പൊട്ടില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ വിമർശനങ്ങൾ എന്തായാലും വരും. വിമർശനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇപ്പോൾ സിനിമ ഓം ശാന്തി ഓശാന അത്ര മഹത്തരമായ സിനിമയൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം, കണ്ട എല്ലാവർക്കും അറിയാം. അതിലുള്ള കുഞ്ഞു കുറ്റങ്ങൾ പോലെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ അതിന് റിപ്ലൈ ചെയ്യും. ഞാൻ പറഞ്ഞു ശരിയാണ്, അത് മിസ്റ്റേക്കാണ്, അംഗീകരിക്കണം. നമ്മൾ ചെയ്ത സിനിമ ഈ പറഞ്ഞ കഷ്ടപ്പെട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എത്രയോ ആൾക്കാരുടെ അധ്വാനമാണ് അവർക്ക് അതിൻ്റെതായ കാശും കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ എത്ര ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഈ പറഞ്ഞ പടത്തിൻ്റെ സംവിധാന പ്രൊഡ്യൂസറും മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുള്ളൂ. ബാക്കി എല്ലാവർക്കും അവർക്ക് ബാറ്റയാണ്, ഡെയിലി ബാറ്റയാണ്. അവർ ചെയ്യുന്ന അധ്വാനം മോശം സിനിമയാണെങ്കിലും നല്ല സിനിമ അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. അവർക്ക് ഇനിയും കിട്ടും സിനിമകൾ. ഈ സിനിമ മോശമായതുകൊണ്ട് മാത്രം നീ വർക്ക് ചെയ്ത സിനിമ ഏതാ അത് പൊട്ടിയ പടമാണോ നിനക്ക് അടുത്ത സിനിമയിൽ അങ്ങനെ ആരും പറയുന്നില്ല. അതൊക്കെ പടത്തിൻ്റെ സംവിധായകന് മാത്രമേ ബാധകമുള്ളൂ. സിനിമ ഓടിയില്ലെങ്കിൽ ആരാ ചെയ്ത് അയാളുടെ അടുത്ത പടം. അല്ലാതെ ആ സിനിമയിൽ ചായ കൊടുത്തത് നീയാണോ നിനക്ക് ഇനി അടുത്ത സിനിമ അങ്ങനെയൊന്നുമില്ല. അവർക്ക് വേറെ സിനിമ കിട്ടും. അതുകൊണ്ട് ഒത്തിരി പേര് അധ്വാനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് മോശം പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഈ സിനിമ മോശമാണെങ്കിൽ മോശം പറയാൻ തന്നെ വേണം, എന്നാലേ ഇനി മോശം വരാതിരിക്കുള്ളൂ. അല്ലാതെ എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അതിനെങ്ങനെ കീറൊട്ടിക്കരുതെന്നൊക്കെ. എത്രയോ പേരുടെ അധ്വാനത്തിന് മുമ്പാണല്ലോ ഇതിനെ ഒരു മറ്റേ എഴുത്തെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലോ. ആ എഴുത്തുന്ന സമയത്ത് തന്നെ എത്രയോ പേരോട് പറയാതെ ഇത് എത്രയോ പേരുടെ അധ്വാനമാണെന്നും എത്ര പേരുടെ ജീവിതത്തിൽ ബാധിക്കുന്ന എന്നുള്ള ഉത്തരവാദിത്തം ഉണ്ടാവേണ്ടത് ഇയാൾക്കാണ്, എഴുതുന്ന ആൾക്കോ അല്ലെങ്കിൽ ആ സിനിമ ചെയ്യുന്നവർക്കാണ്. അത് പറയണം. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമ, ഇങ്ങനെ മോശം അഭിപ്രായം വന്നാൽ മാറ്റാനുള്ള സ്കോപ്പുണ്ട്. ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫുൾ കഴിഞ്ഞ് പടം വരുമ്പോൾ അതിനെക്കുറിച്ച് മോശം പറയുമ്പോൾ മാത്രം ഒത്തിരി പേര് അധ്വാനമാണ്. ഞാൻ ഒരു സിനിമ വിജയിക്കുന്ന വയ്ക്കാം, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി, എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, വരൂ നിങ്ങൾക്കെല്ലാം അധ്വാനത്തിൻ്റെ ഫലം എന്താ, അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. അധ്വാനത്തിൻ്റെ ഫലം അപ്പം കിട്ടുന്നുണ്ട്. പടം വിജയിച്ച് ഇയാളുടെ പേര് പോവും, ഇയാളുടെ പേര് പോകണം. എന്നാലേ ഇയാൾ ഇനിയെങ്കിലും, കാരണം അങ്ങനെ എന്നെ കുറിച്ച് വരുത്താം. ഇപ്പം എൻ്റെ സിനിമയിൽ മിസ്റ്റേക്സ് കാണിച്ചിട്ട് പറയാണ് ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി. അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത സിനിമയിൽ അത് വരാൻ നോക്കണം. അല്ലെങ്കിൽ അവന്മാർ കണ്ടുപിടിച്ച് ഫേസ്ബുക്ക് കൊണ്ട് ഇടും, എന്നെ നാറ്റിക്കുമല്ലോ എന്ന് ചോദിച്ച് പേടിച്ചിട്ടെങ്കിലും ഞാൻ ചെയ്യും. അടുത്ത പടത്തിലോ അങ്ങനെ മിസ്റ്റേക്ക് വരരുത് എന്ന് വിചാരിക്കും. ഒരു ദിവസം തൊടുപുഴയിലായിരുന്നു ഞാൻ. പടത്തിൻ്റെ വിജയാഘോഷം എന്ന് പറഞ്ഞാൽ പടം ഉടനെ സന്തോഷത്തിൽ ഞാൻ വീണ്ടും അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചു. ആ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലൊക്കെ അസിസ്റ്റേറ്റർമാരുണ്ട്, ഡിബിലും വിനയും. ഞങ്ങൾ 3 പേരുടെ വണ്ടി കാറെടുത്തിട്ട് പോയി. അങ്ങനെ അവിടെ ഒരു പുഴയുണ്ട്, അതിൽ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഫോണിലേക്ക് കോൾ, ചേട്ടാ ഒരു കോളെന്ന് പറഞ്ഞു. ഞാൻ അടുത്തപ്പോൾ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് വിലക്കെന്ന് പറഞ്ഞു എല്ലാ ചാനലിലും താഴെ മറ്റേ സ്ക്രോളിങ് കാണിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഞാൻ എനിക്കോ വിലക്കോ? അപ്പം എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തിനാ ഏട്ടാ എന്ന് ചോദിച്ചു. എടാ എനിക്കറിയില്ല, ഞാൻ പരാതി കൊടുത്തു നോക്കിയാൽ അതിൽ വല്ല എനിക്കൊരു പരാതിയില്ല, ഒരു പ്രശ്നമില്ല, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതായത് പുള്ളിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനാണ് എനിക്കെതിരെ വിലക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്നെ ഒത്തിരി പേര് വിളിച്ചപ്പോൾ നിനക്ക് വിലക്കുന്നത്, ഞാൻ പറഞ്ഞു ഞാനെന്തേ അഥവാ വിലക്കാണെങ്കിൽ എന്നല്ലേ വിളിച്ചു പറഞ്ഞിട്ട് നിന്നെ വിലക്കി എന്ന് ഞാൻ അറിയേണ്ടത്. എന്നാരും വിളിച്ചിട്ടില്ല, ചുമ്മാ ചാനലുണ്ട്. അപ്പോൾ ഒരു ചാനൽ തന്നെ വിളിച്ചു, ചേട്ടാ നിങ്ങൾക്ക് വിലക്കുണ്ടെന്ന് പറഞ്ഞു, ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഹോൾഡ് ചെയ്യാന്ന്. അപ്പോൾ അവിടെ ഇതുപോലെ ചർച്ച ചെയ്യാം, വിലക്കുക എന്തിനു വിലക്കണം, ഇതാണ് മറ്റേ സംഘടനകളുടെ പ്രശ്നമാണ്, സംഘടന വിലക്കരുത്, സംഘടന ഫുൾ ബഹളം. കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വേണ്ട കേട്ടോ നമുക്ക് പിന്നെ ഓക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് വിളിച്ചു. എന്നാ പരിപാടിയോടോ കാണിക്കുന്നത്, എന്നാ ഇടപെടാ അല്ലേ ചേട്ടാ ഇപ്പോൾ വാർത്ത വന്ന് വിലക്കില്ല. ഞാൻ എന്നാ തോന്നിയ ദിവസം നോക്കി. പക്ഷെ അവിടെ ഗുണമുണ്ടായി, കാരണം എന്നറിയാത്ത എത്രയോ പേരുണ്ടായിരുന്നു മലയാളികൾ. ജൂഡാനണിക്ക് വിലക്ക് ഓരോ കാരണന്മാരൊക്കെ ചോദിക്കണം ആരാ ഈ ജൂഡാനണി. അപ്പോൾ അത് മറ്റേ ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഡയറക്ടറാണ്. എത്ര സിനിമ ചെയ്തവൻ അപ്പോൾ പറഞ്ഞോളൂ, ഒറ്റ സിനിമ കൊണ്ട് അവന് വിലക്ക് കിട്ടിയോ, കൊള്ളാനോടെ ആ ലെവലിലായി കാര്യങ്ങൾ. അപ്പോൾ അത് നല്ല കാര്യമാണ്, എന്നെ വിലക്ക് നന്നായി. ഇല്ലാത്ത വിലക്ക് കൊണ്ട് എനിക്ക് കുറച്ച് ഗുണം കിട്ടി. കാരണം ഒരു സിനിമ കൊണ്ടൊക്കെ വിലക്ക് വാങ്ങിക്കാൻ ഭയങ്കര പാടാണ്. വിലക്കാൻ മാത്രം ഒന്നും ചെയ്യാറില്ല. എന്താണ് ഞാൻ എൻ്റെ
പ്രൊഡ്യൂസർക്കെതിരെ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതാണ് കാരണം പറഞ്ഞിരിക്കുന്നത്. അവർ വാർത്ത കാണിച്ചവർ. പക്ഷെ അങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ഇത് ആരോ വാർത്ത കൊടുത്തു, എങ്ങനെയോ വാർത്ത വന്നു, അതും ഗുണമായിട്ടേ ഉള്ളൂ. ജൂഡാനണിക്ക് വിലക്കുന്നവർ കംപ്ലീറ്റ് പോകുന്നവർക്ക് നിനക്ക് വിലക്കാനുള്ള വിലക്ക എനിക്ക് ഇല്ല. ചുമ്മാ വന്നൊരു വ്യാജ വാർത്തയാണ്. എന്നോട് ഒരാൾ ചോദിച്ചു നീ കൊടുത്താണോ എന്നാണ്. നിനക്ക് നീ ഫേമസ് ആകുമ്പോൾ നീ എന്നെ കൊടുത്തല്ലടാ. ഞാൻ പറയാം എൻ്റെ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എവിടെ എത്തിയത്.